നിങ്ങൾ ഏത് തരം മൈൻഡ് സെറ്റുള്ള ആളാണ്? പുവർ മൈൻഡ് സെറ്റ് ഓർ റിച്ച് ഓർ അംബീഷ്യസ്? അതെ, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് രൂപീകരിക്കുന്നത്. അതെങ്ങനെയെന്നല്ലേ പറയാം. ഇപ്പോൾ ഒരു ഷോപ്പിൽ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വിലയ്ക്കോ സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് ഒരു പരസ്യം കണ്ടു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? കൂടുതൽ ആളുകളും ആ സാധനം പകുതി വിലയിൽ താഴെ കിട്ടുമ്പോൾ അത് ഓടിപ്പോയി വാങ്ങാൻ ശ്രമിക്കും. പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും നമ്മൾ പോയി വാങ്ങുന്നത്. കാരണം ഡിസ്കൗണ്ട്. അത്തരം ആളുകളാണ് പുവർ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. അടുത്തത് അംബീഷ്യസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. അവരുടെ ഉന്നം സ്കില്ലുകളിലായിരിക്കും. എങ്ങനെ എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാം, എനിക്ക് എങ്ങനെ ആ കാര്യം പഠിച്ചെടുക്കാം, ഇത് പഠിച്ചെടുക്കാം, ഇങ്ങനെയായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവരാണ് അംബീഷ്യസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ ഒരു ഉദ്ദേശം. അതിനുവേണ്ടി അവർ എത്ര എഫേർട്ട് ഇടാനും മണി സ്പെൻഡ് ചെയ്യാനും തയ്യാറായിരിക്കും. അറ്റ് ലാസ്റ്റ് ദ റിച്ച് മൈൻഡ് സെറ്റ് പീപ്പിൾ. അവർ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. എത്രത്തോളം ടൈം യൂസ് ചെയ്യാം, എന്തിനൊക്കെ ടൈം യൂസ് ചെയ്യാം, മറ്റുള്ളവരുടെ ടൈമിലൂടെ എങ്ങനെ നമ്മുടെ ടൈം സേവ് ചെയ്യാം, ഇങ്ങനെ നോക്കുന്നവരാണ് റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. ഇവർ ചെലവഴിക്കുന്ന ഓരോ ടൈമും അതിലൂടെ ബെനിഫിറ്റ് നേടുന്ന രീതിയിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. ഇനി പറയൂ, നിങ്ങൾ ഏത് മൈൻഡ് സെറ്റുള്ള ആളാണ്?